അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ സെറ്റ് സാരി കൊടുത്ത് 2 ഫോട്ടോ എടുത്തില്ലേ പിന്നെ ഒരു സമാധാനം ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട് വൈത്തിരി ഒരു റിസോർട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടുന്ന് സെറ്റ് ചെയ്യാമല്ലോ വിചാരിച്ച് സാരിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇത് അമ്മയുടെ സാരിയാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ബ്ലാക്ക് കളറാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്തായിരുന്നു, അതിൻ്റെ സെയിം ബ്ലൗസ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. ചുമ്മാ കളയാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാശ് മുടക്കി വേറെ എടുക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ റീയൂസ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. അന്ന് ഈ മോഡലായിരുന്നില്ല, അന്നപ്പോൾ അതിന് സ്ലീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനേക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്ലീവ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നെക്ക് പോർഷനിൽ ഞാൻ പാറ്റേൺ മാറ്റാൻ വിചാരിച്ചായിരുന്നു, റൗണ്ട് നെക്കൊക്കെ ആക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പം ഇത് സംഭവം സെറ്റായിട്ട് എനിക്ക് തോന്നി, ഇതൊരു വേറൊരു നല്ലൊരു രസം തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോയില്ല. ഹെയർ സ്റ്റൈൽ പിന്നെ സ്ഥിരമായതുകൊണ്ട് അതിൽ പിന്നെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, സദാപോലെ അങ്ങ് കെട്ടിവെക്കും. പിന്നുള്ളത് മേക്കപ്പാണ്. അപ്പം അതിലും വലിയ കലാപരിപാടികളൊന്നുമില്ല. എനിക്കങ്ങനെ എൻ്റെ ഫേസിലേക്ക് അധികം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്കിൽ മാത്രം ഒതുക്കും. പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൺമഷി സാധാരണ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് വന്നപ്പം എല്ലാം എടുക്കാൻ മറന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സാരിക്ക് ഒരു പിന്ന് പോലെ എടുക്കാണ്ടാണ് വന്നത്. അപ്പോൾ സാരീൻ്റെ ആ പ്ലീറ്റ്സൊക്കെ നിൽക്കുന്നത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് മാത്രം നിൽക്കുകയാണ്. അപ്പം ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ലേ, അപ്പം നമ്മൾ വലിയ കളിക്കുന്നൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സീനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം പിന്നൊന്നും ഇല്ല എന്നൊക്കെ മനസ്സിലായത്. എനിക്ക് പിന്നെ ബ്ലഷിന് ബ്ലഷ്, ലിപ്സ്റ്റിക്കിന് ലിപ്സ്റ്റിക്ക് അങ്ങനെയൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് ഉപയോഗിക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്, മുഖത്തിനൊക്കെ ഒരു വെളിച്ചം എന്നൊരു രീതി, ആ ഒരു സന്തോഷമാണ് കാണുന്നത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. സിത്തു ഒരു ബ്ലാക്ക് ഷർട്ടും അതിന് ചേരുന്നൊരു മുണ്ടുമാണ്. ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ 2 വളയൊക്കെ ആവാമല്ലോ വിചാരിച്ചു. സാധാരണ രീതിയിൽ ഇതൊക്കെ എനിക്കൊരു ഹറാമായിട്ടുള്ള സംഭവങ്ങളാണ്. ഈ വള, മാല, ഇമാതിരി സംഭവങ്ങളൊന്നും ഞാൻ അടുത്തടുപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ലാണ്ട് മാറി വരുന്നുണ്ട്. ഇപ്പം കുറച്ചൊക്കെ അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നി, ഓരോന്നൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. ഞാൻ കമ്മലും കൂടെ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് അത് വെച്ച് നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ സിദ്ധുവും പറഞ്ഞു അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓക്കെയാണ് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ അതിൽ മാത്രം ഒതുക്കി. പിന്നെ രാവിലെ നമുക്കൊന്നും ഈ റെഡി ആവണോണ്ട് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകപ്പാടെ കിട്ടിയിട്ട് നമ്മൾ മുന്നേ മേടിച്ച് വെച്ചിരുന്നൊരു ജെൻസായിരുന്നു. അപ്പോൾ അത് 2 നന്നായിട്ട് തിന്ന് അങ്ങനെ നമ്മൾ